ഹായ് എല്ലാവർക്കും CNATISലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇന്നത്തെ ഓർഡർ സ്റ്റിച്ച് ചെയ്താട്ടോ. നമ്മൾ രണ്ടുപേരെയാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഫസ്റ്റിലത്തെ ഓർഡർ നമുക്കൊരു 6 എണ്ണത്തിൻ്റെ ഓർഡറാണ്. അത് നമുക്ക് മധുരയിൽ നിന്നുള്ള ഓർഡറാണ് കേട്ടോ. നമ്മുടെ സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അവർക്ക് ഇതാണ് 6 എണ്ണത്തിൻ്റെ ഓർഡറാണ്. അത് അവർക്കും കസ്റ്റമറുടെ സിസ്റ്ററിനും കൂടെ ഉള്ളതാണ്. 3 എണ്ണം സിസ്റ്റർക്കും 3 എണ്ണം കസ്റ്റമറിനും ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. കസ്റ്റമറിനുള്ളത് നമുക്ക് ഫീഡിങ് സിബ് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതാണ് ഫസ്റ്റ് വരുന്നത്, ഒരു മജന്ത പിങ്ക് ആണ്. അപ്പോൾ ഇത് ഫീഡിങ് സിബാണ് കേട്ടോ. അതാ ഫീഡിങ് സിബ് വെച്ചതാണ്. അതിനകത്ത് നമ്മൾ നെക്കയിൽ ഫ്ലവറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതേ കൈ പഫ് സ്ലീവാണ്. പിന്നെ ഇതാണ് ഫുള്ള് വരുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ടൈ കൊടുത്തിട്ടില്ല കേട്ടോ. അവർക്ക് ബാക്ക് ടൈ 2 പേർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വെച്ചിട്ടില്ല. പിന്നെ നെക്സ്റ്റ് ഇതാ ഒരു ഡാർക്ക് നേവി ബ്ലൂ ആണ്. ഇതാണ് പിന്നെ സെയിം മോഡൽ തന്നെ കേട്ടോ ചെയ്തേക്കുന്നത്. ബ്ലാക്ക് ഡാർക്ക് നേവി ബ്ലൂ എല്ലാണ്. അപ്പം നമ്മൾ അതിൻ്റെ തന്നെ ഡാർക്ക് നേവി ബ്ലൂ ഫ്ലവറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതും പഫ് സ്ലീവ് തന്നെയാണ്. പിന്നെ ഇതാണ് വരുന്നത്. നമ്മൾ ഫുൾ ലെങ്ത് ആണ് കേട്ടോ ഇട്ടേക്കുന്നത്. 48 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. ആ 48 ഇഞ്ച് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. എൻ്റെ സൗണ്ട് കുറച്ച് പ്രോബ്ലമാണ്. കോൾഡ് പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് സൗണ്ട് ഇത്തിരി പ്രശ്നമാണ്. പിന്നെ ഇതാണ് ഒരെണ്ണം. ഇതൊരു ചെറുപയർ പച്ച അല്ലെങ്കിൽ ചാണകപ്പച്ച ആ ഒരു കളറാണ് കേട്ടോ. ഇതും പഫ് സ്ലീവ് തന്നെയാണ്. ഇതാണ് വരുന്നത്. ഇതിന് നമുക്ക് നെക്കയിൽ മാച്ചിങ് ആയിട്ടുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇതും ഫീഡിങ് സിബാണ് കേട്ടോ. ഈ 3 എണ്ണമാണ് നമുക്ക് കസ്റ്റമറിനുള്ളത് കേട്ടോ. അപ്പം നമ്മൾ ഇവരുടെ നേരത്തെ തൊട്ട് ചെയ്യുന്നതാണ്. ഫസ്റ്റ് ടൈം നമ്മൾ ചെയ്യുമ്പോൾ ഇവരുടെ മീഡിയം സൈസിലാണ് ചെയ്തത്. പിന്നെ ഇവരുടെ പ്രഗ്നൻസി ടൈം ആയപ്പോഴത്തേക്ക് നമ്മളത് ലാർജ് ആക്കിയിരുന്നു. ഇപ്പം ഡെലിവറി കഴിഞ്ഞപ്പോൾ അവർക്ക് എക്സൽ ആക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സൽ സൈസിൽ ജസ്റ്റ് 44 വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ അവരുടെ സിസ്റ്ററിനുള്ളതാണ്. ഇത് ലാർജ് സൈസാണ് കേട്ടോ. ഇത് നമ്മൾ ഇതാണ് റൗണ്ട് നെക്ക് കൊടുത്തിട്ട് വൈറ്റ് ലേസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നോർമൽ സ്ലീവാണ്. ഇവർക്കും ബാക്ക് ടൈ ഇല്ല കേട്ടോ. ഇതാണ് ഫുള്ള് വരുന്നത്. ഒരു മെറൂൺ ആണ് കേട്ടോ. മെറൂണിൽ വൈറ്റ് ഡിസൈൻ വരുന്നതാണ്, ഒരു ലീഫ് ഡിസൈൻ വരുന്നതാണ്. പിന്നെ അവരുടെ ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ. ഡാർക്ക് ഗ്രീനിൽ വൈറ്റ് വരുന്നതാണ്. ഇത് നമ്മളൊരു ഡയമണ്ട് ഷേപ്പിനൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു നല്ല ഭംഗിയുള്ള വൈറ്റ് ലേസ് കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സാധാ സ്ലീവാണ്. പിന്നെ ഇതാണ് ഫുള്ള് വരുന്നത്. പിന്നെ നെക്സ്റ്റ് അവരുടെ ഒരു മാമ്പഴമഞ്ഞ കളറാണ്. ഇതാണ് വരുന്നത്. ഒരു ചെറിയ കർവ്ഡ് വി ആണ്. അപ്പം ഇതിൽ നമ്മൾ വൈറ്റ് ലേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലേസ് സെയിം ലേസ് തന്നെയാണ് കൊടുത്തേക്കുന്നത്. സാധാ സ്ലീവാണ്. ഇതിലും വൈറ്റ് ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇതാണ് ഫുള്ള് വരുന്നത്. ഇവർക്ക് നമ്മൾ ഫുൾ സെയിം ലെങ്ത്ത് തന്നെ കേട്ടോ കൊടുത്തേക്കുന്നത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് മലപ്പുറത്ത് നിന്നുള്ളൊരു ഓർഡറാണ്. മലപ്പുറം എടപ്പാൾ കേട്ടോ. ഇതാണ് വരുന്നത്. നമ്മൾ ഡയമണ്ട് ഷേപ്പ് നെക്കാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വൈറ്റ് ലേസ്, നല്ല ഭംഗിയുള്ള ലേസാണ്. നല്ല ക്വാളിറ്റിയുള്ള നല്ല കട്ടിയുള്ള ലേസാണ് കേട്ടോ. അതാണ് കൊടുത്തേക്കുന്നത്. പിന്നെ അവരുടെ ഈ സ്ലീവ് നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് മേളിൽ മാത്രം ചെറിയ കണവോ നിങ്ങൾക്കൊന്നും അറിയില്ല, ചെറിയ പഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചെറിയത് ഇത്രയും ചെറിയ പഫ് കൊടുത്തിട്ട് കൈയുടെ അറ്റത്ത് സാധാ കൈയായിട്ട് കേട്ടോ കൊടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത് ഈ കൈ വെക്കാനായിട്ട്. പക്ഷേ നമുക്ക് ലെങ്ത്തൊക്കെ ഫുൾ ഇടുന്നവർക്ക് കൈക്ക് അല്ലെങ്കിൽ വണ്ണം കൂടുതലുള്ളവർക്ക് നമുക്ക് ഈ കൈ കിട്ടത്തില്ല. കാരണം ഈ പഫിന് നമുക്കിവിടെ ചെറുതായിട്ട് കയറ്റി കൊടുക്കണമെങ്കിൽ ലെങ്ത്ത് വേണം. അപ്പം നമ്മൾ ലെങ്ത്ത് ഫുൾ ഇടുന്നവർക്ക് നമുക്ക് അതിന് വള്ളിയും കൂടെ വേണമെങ്കിൽ വള്ളി സൈഡിൽ നിന്ന് മുറിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കൊടുക്കാൻ നമുക്ക് കിട്ടാറില്ല. ഇവർക്കെന്ന് പറയുമ്പോഴത്തേക്ക് ഹൈറ്റ് കുറവാണ്, 45 ഇഞ്ച് ലെങ്ത്ത് മതി. അപ്പം അതുകൊണ്ട് പിന്നെ നമുക്ക് വള്ളി താഴെ നിന്ന് മുറിക്കുന്നതുകൊണ്ട് കൈക്ക് കിട്ടും. പിന്നെ അവർക്ക് കൈ ചെറുത് മതി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തേക്കുന്നത്. ഇതാണ് ഫുള്ള് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അടിയിലെ ഞൊറിയും കുറച്ച് നീട്ടത്തിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടിയിലത്തെ ഞൊറിയുടെ നീട്ടം കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഒരെണ്ണം. പിന്നെ ഒരെണ്ണം നമ്മുടെ കോഫി മെറൂണാണേ. ഇതാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഇവർക്ക് ഈ നെക്കാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം നമ്മൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഈ നെക്കാണ്. അപ്പോൾ ഇതിൽ നമ്മൾ വൈറ്റ് സാധാരണ ഈ മോഡൽ നമ്മൾ ഹക്കോബ കൊടുക്കാറുണ്ട്. ഹക്കോബയല്ല നമ്മൾ കൊടുത്തേക്കുന്നത്. അല്ലാതെ നമ്മൾ പ്ലെയിൻ വൈറ്റ് തുണിയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഷോ ബട്ടണോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഫ്ലവർ കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കൈ പഫ് സ്ലീവാണ്. ഇതാണ് പിന്നെ ഇങ്ങനെ ബാക്ക് ടൈ കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഓർഡർ. പിന്നെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ഒരു വീഡിയോയുടെ താഴെ ജസ്റ്റ് 46 56 വരുന്ന രീതിയിൽ
ഉള്ളൊരു നൈറ്റിയുടെ കട്ടിങ് വീഡിയോ കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും മുന്നേ ഒരു വീഡിയോയിൽ 54 വരെ വരുന്നത് ചെയ്ത കാര്യം, കട്ടിങ് വീഡിയോ അല്ല, ചെയ്ത കാര്യം പറഞ്ഞിട്ടുണ്ടായി. നമുക്ക് പക്ഷേ 56 വരുന്ന രീതിയിൽ നമുക്ക് നമ്മൾ ചെയ്യുന്ന തുണിയിൽ കിട്ടത്തില്ല. അത് റോള് തുണി, വീതി കൂടി റോള് തുണിയിലാണെങ്കിലാണ് ആ സൈസ്, അതായത് XXL അല്ലെങ്കിൽ 4XL ഒക്കെ സൈസ് ചെയ്യാൻ കിട്ടത്തുള്ളൂ. അപ്പം നമ്മൾ ചെസ്റ്റ് കൊണ്ട് 50 ഇഞ്ച് വരെയാണ് ചെയ്യാറ്. അപ്പം നമ്മളിപ്പോൾ 54 ഇഞ്ച് ചെയ്ത കാര്യം വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് 48 ഇഞ്ച് ലെങ്ത്ത് മതിയായിരുന്നു. സാധാ നൈറ്റിയാണ്, അടിയിൽ ഞൊറി ഇല്ലാത്ത മോഡലാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇറക്കിയിട്ട് കട്ട് ചെയ്യുന്നതുകൊണ്ട് മുകളിൽ കൈയും കൂടെ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു 54 ഇഞ്ച് വരെ ചെയ്യാൻ പറ്റി. പക്ഷെ അതിൽ കൂടുതൽ നമുക്കതിൽ കിട്ടത്തില്ല, അല്ലെങ്കിൽ തയ്യൽ തുമ്പൊന്നും ഒട്ടും ഉണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. അതിൽ കൂടുതലുള്ള സൈസ് നമുക്ക് ഈ തുണിയിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയ്ക്ക് മാത്രമായിട്ട് നമ്മൾ കട്ടിങ് ചെയ്യുന്നതല്ല, നമുക്ക് വരുന്ന ഓർഡർ നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയ്ക്ക് മാത്രമായിട്ട് നമ്മളങ്ങനെ കട്ട് ചെയ്യാറില്ല. ചെയ്യുന്നതിൻ്റെ ഒന്നും വീഡിയോ പിടിച്ചിട്ട് നമ്മൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഓരോ ഓർഡറും വരുമ്പോൾ നമ്മൾ നമ്മളോട് വീഡിയോ ചെയ്യാമെന്ന് ചോദിക്കുമ്പം പിന്നീട് ആ ഓർഡർ സെയിം മോഡൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് പറയാറ്. കാരണം വെച്ചാൽ നമ്മൾ വീഡിയോയ്ക്ക് മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമ്മൾ ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്തിട്ടാണ് ഇടുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. നമ്മൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോ വീണ്ടും കാണാം.